നമ്മുടെ ജാഫർ കാക്ക വീണ്ടും പണി പറ്റിച്ചുള്ള, അതായത് ജാഫർ കാക്ക ഇന്നലെ ഒരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ജാസ്മിൻ ജാഫർ, വീണ്ടും ജാസ്മിൻ ജാഫർ, ഈ ഒരു പേര് തന്നെ വീണ്ടും വീണ്ടും വീഡിയോയിൽ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവരാണ് കണ്ടന്റ് തരുന്നത്. പിന്നെ നമ്മളെന്ത് ചെയ്യും? നിങ്ങളിങ്ങനെ ജാസ്മിനെ വിറ്റ് തിന്നുവാണോ, അല്ലെങ്കിൽ ജാസ്മിൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കണ്ടന്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അകത്തും ജാസ്മിനാണ് കണ്ടന്റ് തരുന്നത്, പുറത്തും ജാസ്മിൻ തന്നെയാണ് കണ്ടന്റ് തരുന്നത്. പിന്നെ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറെ ആരെങ്കിലും കണ്ടന്റ് നമുക്ക് അതിന് ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ കണ്ടന്റ് തരുന്നവരെ ഒഴിവാക്കിയിട്ട് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിൻ ജാഫർ, അതായത് ജാഫർക്ക നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണല്ലോ നമ്മുടെ ആര്യനെയും സിബിനെയും കണ്ടത്. അപ്പോൾ അങ്ങനെ കണ്ട സമയത്ത് സിബിനൊരു ഫോട്ടോ എടുത്തിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരുപാട് നേരം സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും പുറത്തിറങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി സോൾവ് ആക്കി വിട്ടതാണ്. പക്ഷേ ഈ ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ ജാഫർ കാക്കാൻ്റെ അല്ലെങ്കിൽ ജാസ്മിൻ്റെ PR എന്ന് പറയാൻ പറ്റില്ല, ഫാൻസ് അല്ലെങ്കിൽ ഫാൻ ഗ്രൂപ്പുകാർക്ക് ഇതൊരു ഭയങ്കര അടിയായിപ്പോയി. കാരണം ജാസ്മിനെതിരെ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഈ പറയുന്ന സിബിൻ്റെ പുറകെ നടന്ന് വെട്ടുകിളി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവർ. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ഉപ്പേനെ അല്ലെങ്കിൽ അത്തേനെ നമ്മുടെ ആർമിക്കാർ കുറച്ച് ചൂടായിട്ട് തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് പുള്ളിക്കാരൻ 2 തോണിയിലും കാലി വെച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോ എടുത്ത് വെള്ളം ഇഷ്ടം പറഞ്ഞിട്ട് വോയിസൊക്കെ അയച്ചു കൊടുത്ത്. അവസാനം ഇപ്പം വന്നിട്ട് അന്ന് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി തെറ്റാണ്ട് ആയിരിക്കും സിബിനും പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ. എന്തൊരു കഷ്ടമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ വഴിക്ക് വിടാനേ ഉള്ളൂ. ഇവർ വഴിയിൽ നിന്ന് പോകുമ്പോൾ കാണുക, കാണാതിരിക്കുകയോ ഫോട്ടോ എടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട്, ഇപ്പോൾ ഒരാൾ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ പുറത്തൊരാളുണ്ട്, ഇവർ തമ്മിൽ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് കാണുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ ഇത് ആരുടെ ഇത്? PR ടീമാണെങ്കിലും ഫാൻസ് ആണെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ. അതിലെന്തിനാണ് കൈയെടുത്താൽ നിൽക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഈ PR ടീമോ അല്ലെങ്കിൽ ഫാൻസ് ചെയ്യേണ്ടത് എന്താണ്? ഉള്ളിലിരിക്കുന്ന ആളെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫാൻസിനെ അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രം നോക്കുക. അല്ലാണ്ട് ഇവരുടെ എല്ലാം പേഴ്സണൽ കാര്യങ്ങളിലേക്കെല്ലാം പോയിട്ട്, ഫാൻസിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്, അപ്പം പോയിട്ട് വെറുതെ ഒച്ചപ്പാട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ്റെ ഉപ്പയും ഈ സിബിനും അല്ലെങ്കിൽ ഇവരാരും തമ്മിൽ ഒരു പ്രശ്നമില്ല. ആകെ പ്രശ്നമുള്ളത് ഫാൻസുകാർക്ക് മാത്രമാണ്. അപ്പോൾ വീണ്ടും ജാഫർ ഖാൻ്റെ ടെൻഷൻ അടിപ്പിച്ച് ഇങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലേ? ജാഫർ ഖാനെ ഇപ്പം ബിഗ് ബോസിലെല്ലാം പോയി ഒന്ന് അടിച്ച് പൊളിച്ച് ബ്ലോക്കൊക്കെ മാറ്റി സെറ്റായി വന്നതാണ്. ഒരു പാവയെല്ലാം കൊടുത്ത് അടിപൊളിയായിട്ട് ഇപ്പോൾ ജാസ്മിൻ കളിക്കുന്നുമുണ്ട്. ആ പുള്ളിക്കാരത്തി പാവം ഇവിടെ പുറത്തെല്ലാം അടിപൊളിയാണെന്നെല്ലാം വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങളിങ്ങനെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ജാഫർ കാക്കാൻ്റെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഐ